ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. സോ നമ്മളെങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമെന്നും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണിത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ബിരിയാണി ചിക്കൻ കറിക്ക് നമുക്ക് ആദ്യം സവാള വെട്ടണം. സോ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്ന് അറിഞ്ഞിരിക്കുന്നത്. സോ ഇത് സവാള കട്ട് ചെയ്യുമ്പോഴുള്ള ഇതാണത് സ്വാഭാവികം. സോ നമുക്ക് ആദ്യം സവാള വെട്ടിയിട്ട് ബാക്കി അതിന് സെറ്റാക്കാം. സോ നമ്മുടെ പാൻ ഇപ്പം ചൂടായി ഏകദേശം. സോ നമുക്ക് ഓയിലിടണം. സോ ഞാൻ യൂസ് ചെയ്യുന്ന കനോള ഓയിലാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാം. ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ. സോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കനോള ഓയിലാണ്. നമുക്കിത് യൂസ് ചെയ്യാം. സോ ഗൈസ്, ഞാനിപ്പോൾ പാനിൽ സവാള ഒക്കെ ഇടുന്നുണ്ട്. സോ നമുക്ക് ഓയിലൊന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് മസാലയൊക്കെ തടവിട്ട് വന്നു. സോ ഗൈസ്, ഞാനങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞു. സോ നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയിൽ ഞാൻ ഫസ്റ്റ് ഗാർലിക് പൗഡർ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ കുരേൻ്റെ പൗഡർ ഇട്ടേക്കണം. പിന്നെ ഉപ്പും കുരുമുളകുമാണ് ഇട്ടേക്കുന്നത്. ഒരു സാധനം നമ്മൾ ഇട്ടേക്കണം. നമ്മൾ ചിക്കനായിട്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുത്തിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ്റെ കറിയുടെ ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി ചിക്കൻ കറീൻ്റെ അകത്ത് ഒരു കാര്യം വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഞാൻ എഗ്ഗ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് എഗ്ഗ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ക്യൂരിയസ് ആയിരുന്നു, എന്താ എഗ്ഗ് ഇട്ടാൽ നല്ലതാണോ. കാരണം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കാനും അബ്സോർബൊക്കെ ചെയ്യാനായിട്ടൊക്കെ നൈസാണ്. സോ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ പിന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ മസാലയൊക്കെ ഇട്ടേ, കാരണം പ്രതീക്ഷിന് കൂടുതൽ ചിക്കൻ ഇതിൻ്റെ അതുണ്ടായിരുന്നു. സോ എക്സ്ട്രാ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ആണ്. കണ്ടിട്ടൊരു വേറൊരു കളറൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു കളറൊക്കെ കാണുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് സൈൻ. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. സോ നമുക്കൊരു 50 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ ഇപ്പം ഞാനൊന്ന് അടപ്പ് വെച്ചൊന്ന് മൂടണം. ഓക്കെ, മൂടാനായിട്ടാണ് പ്ലാൻ. പിന്നെ നമ്മൾ ഇതിൽ ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ടൊമാറ്റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ കെച്ചപ്പ് ഉപയോഗിച്ചായിരുന്നു. സോ കെച്ചപ്പ് ഒരു കുറച്ച് ഡ്രോപ്സ് ജസ്റ്റ് ഒരു ടൊമാറ്റോയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ഒരു പുളി ഫ്ലേവർ വരാൻ വേണ്ടി ഇടുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. സോ എന്താണേലും നമ്മളിത് കഴിച്ചിട്ട് എന്താണേലും അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. സോ ഞാനൊരു ഹൈ പ്രോട്ടീൻ ചിക്കൻ കറിയാണ് എയിം ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് എഗ്സും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. സോ നൈസാണ്, ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, നൈസാണ്. അപ്പോൾ നമ്മൾ ഗാർലിക് തന്തൂരി നാൻ കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ പക്ഷേ ഇതാണ്. സോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നമുക്ക് നല്ല ചൂടുണ്ട്, ഇപ്പം ഉണ്ടാക്കിയതേ ഉള്ളൂ. സോ ഇതാണ് സാധനം. ഇങ്ങനെ എടുക്കുക, ഊതുക ആദ്യം. എന്താ അറിയാം, വീഡിയോ കൂടെ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല, അത്രയും കിടു സാധനമാണ്. എൻ്റെ തോന്നൽ ഇതിൻ്റെ ഗെയിം ചേഞ്ചറായിട്ട് തോന്നലും ഞാൻ 2 എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഇതിൻ്റെ ഇട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് വ്യത്യാസം. ഞാൻ ഉണ്ടാക്കിയത് വൺ ഓഫ് ദി ബെസ്റ്റ്, ബെസ്റ്റ് ചിക്കൻ കറിയാണ്. കാരണം വെറൈറ്റി ടേസ്റ്റുമാണ്. കാരണം വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എഗ്ഗ് നമ്മൾ ഇടുമ്പോൾ എൻ്റെ തോന്നൽ കുറച്ചുകൂടെ സ്പൈസസ് എല്ലാം കൂടെ കമ്പൈനായി കുറച്ചുകൂടെ അബ്സോർബ് ചെയ്യുമെന്ന് തോന്നുന്നു നമ്മുടെ കറീൻ്റെ അകത്ത്. സോ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ഇത് അടിപൊളിയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്കത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കാണാം. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ മച്ചാനെ, നമുക്ക് ഇനി ഇതുപോലെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ബൈ. ഓക്കെ, ബൈ ഗൈസ്, പീസ് ഔട്ട്.